മിസ്റ്റർ ഗോപിയാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷനായിരിക്കുന്ന അഡ്വക്കേറ്റ് ഗോപി. മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിരവധി പേർ നിരവധി പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് PDPയിൽ മെമ്പർഷിപ്പ് എടുക്കുകയുണ്ടായി. PDP മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ സിദ്ധാന്തത്തിന്റെ പിന്തുണ പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ മനുഷ്യാവകാശത്തിന്റെ നിലയ്ക്കാത്ത ശബ്ദമായ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ PDP മാർച്ച് 31 നടത്തിയ സാമൂഹ്യനീതി സംഗമത്തിൽ ജസ്റ്റിസ് VR കൃഷ്ണയ്യരെ സാമൂഹ്യനീതി സന്ദേശം പകർന്നു നൽകി. അദ്ദേഹത്തെ കേരളത്തിലെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് ജഡ്ജിമാർ വരെ അദ്ദേഹത്തോട് ചോദിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്താ അബ്ദുൽ നാസർ മഅ്ദനിയുടെ പാർട്ടിയെ പിന്തുണയ്ക്കുന്നത് എന്ന്. അദ്ദേഹം പറഞ്ഞു, മഅ്ദനി സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് എനിക്ക് ബോധ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്തുണയ്ക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പലരും അദ്ദേഹത്തെ തടഞ്ഞിട്ടും അതെല്ലാം അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം വാർദ്ധക്യത്തിന്റെ എല്ലാ അസ്വസ്ഥതകളും അതിജീവിച്ചുകൊണ്ട് ഒരു പൊതുപരിപാടിക്കും പങ്കെടുക്കാതെ എഴുന്നേക്കാൻ കഴിയാതെ കിടക്കുന്ന അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി വന്ന് 3/4 മണിക്കൂറോളം സ്റ്റേജിൽ ഇരുന്നിട്ട് ഗംഭീരമായി 15 മിനിറ്റ് സമയം സാമൂഹ്യനീതി സന്ദേശം നൽകിയിട്ട് അദ്ദേഹം പോയത്. സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള ഈ പ്രസ്ഥാനത്തിന്റെ പോരാട്ടത്തിന് എന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു. മലയാളത്തിന്റെ നിലയ്ക്കാത്ത സ്വരമാധുരിയായ യേശുദാസ്, അദ്ദേഹം ഇന്നുവരെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ? യേശുദാസ് ഈ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കാൻ അദ്ദേഹത്തിന് നിരവധി സമ്മർദ്ദങ്ങൾ ഉണ്ടായി. തലേ ദിവസം അദ്ദേഹം വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ അവിടെ വന്നാൽ എന്തെങ്കിലും പറ്റിപ്പോവോ എന്നെനിക്ക് പേടിയാകുന്നു എന്ന്. ഒന്നും പറ്റൂല, താങ്കൾ ധൈര്യമായി വരാൻ പറഞ്ഞു. അദ്ദേഹം ആ പരിപാടിയിൽ വന്നു. യേശുദാസ് ആ പരിപാടിയിൽ നടത്തിയ പ്രസംഗം, ആ ഒരൊറ്റ പ്രസംഗം മാത്രം മതി ഞങ്ങൾക്ക് PDPയെ വളർത്താൻ. PDPക്ക് അതിഗംഭീരമായ PDPയുടെ ഞങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട യേശുദാസ് പ്രസംഗിച്ചത്. ഞാനിത് പറയുന്നത് ഇവരൊന്നും വന്നതുകൊണ്ട് ഒരു മണ്ഡലത്തിൽ PDPക്ക് MLA ഉണ്ടാകുമെന്നല്ല പറയുന്നത്. PDP മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം കേരളത്തിലെ നിഷ്പക്ഷമതികളായ ആളുകളുടെ പിന്തുണ ഈ പ്രസ്ഥാനത്തിന് കിട്ടുന്നു. എന്തുകൊണ്ടാ കേരളത്തിൽ ഇന്ന് ഒരു പുത്തൻ രാഷ്ട്രീയ മുദ്രാവാക്യം മുഴക്കാൻ, കേരളത്തിൽ ഇന്ന് ഒരു പുത്തൻ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം പരിചയപ്പെടുത്താൻ കഴിയുന്നത് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് മാത്രമാണ്. കേരളത്തിലെ വീടില്ലാത്തവന് വീട് കിട്ടണമെന്ന്, ഭൂമിയില്ലാത്തവന് ഭൂമി കിട്ടണമെന്ന്, ശുദ്ധജലം കിട്ടാത്തവന് ശുദ്ധജലം കിട്ടണമെന്ന്, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കിട്ടണമെന്ന്, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കിട്ടണമെന്ന്